സർപ്രൈസിംഗ് ആയിട്ട് പുതിയൊരു ഡ്രാമ കണ്ടു. സുഹൃത്തുക്കളെ, അടുത്തൊരു ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുകയായി. ആ ഡ്രാമയില് ഹീറോ രണ്ട് കൈകളും പൊക്കി നിൽക്കുന്നതായിട്ട് കണ്ടു. ഈ കൈകൾ ശുദ്ധമാണ്, അതുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ. ഈ കൈകൾ ശുദ്ധമാണെന്ന്. ഓ, നിങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടല്ല. കണ്ടാ നല്ല കുടുംബക്കാർ അന്തസ്സുള്ളവര്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? I agree to that point. I definitely agree to the point. ഹീറോ കള്ളം പറഞ്ഞിട്ടില്ല. ഒന്ന് ഷോക്കായി. ഷോക്കോ? ഞാനങ്ങോട്ട് ഇല്ലാണ്ടായി പോനെ. ബിക്കോസ് കൈകൾ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ തന്നെയാണ്. ഇറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ. ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. കൈകൾ ഉപയോഗിക്കുമ്പോഴല്ലേ കൈകൾ ശുദ്ധമല്ലാതെ ആവുള്ളൂ. ഇനി അഥവാ കൈകൾ ശുദ്ധമാണെങ്കിൽ തന്നെ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് ദ ഹീറോ ഓഫ് ദ ഡ്രാമ ഓർ ദ സ്കിറ്റ്. ഏത് ഹാൻഡ് വാഷ് ഉപയോഗിക്കുന്നത്? ഇല്ല, ഞാൻ ഒരിക്കലും പറയില്ല. എല്ലാവർക്കും ആ ബ്രാൻഡ് ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമുക്കും അത് ഉപയോഗിച്ച് നോക്കാമായിരുന്നു, ശുദ്ധമാവോ ഇല്ലേന്നറിയാൻ. പറഞ്ഞു വന്നത് പതിരില്ലാത്തൊരു സത്യ, എന്റെ ജ്ഞാനദൃഷ്ടിയിൽ പതിഞ്ഞൊരു സത്യം. ഡോഗിനെ ഡോങ്കി ആക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഹീറോ അതൊന്ന് മനസ്സിലാക്കുക. ഹീറോയുടെ ഡയലോഗ്സ് ഒന്ന് മോഡിഫൈ ചെയ്യുക. ഞങ്ങളുടെ പ്രാക്ക മൊത്തത്തിൽ തന്നെ കുത്തി തിന്നാൻ പോയില്ലേ, നിനക്ക് അങ്ങനെ തന്നെ വേണം. കേരളത്തിന്റെ തെരുവുകൾ, റോഡുകളിൽ സംഭവിക്കുന്ന കാര്യം എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ ആൽഫിച്ചേട്ടൻ വാലും പൊക്കിക്കൊണ്ട് ഓടും. കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ആ മക്കളെ അവരുടെ അച്ഛനും അമ്മയുടെ സ്വപ്നങ്ങൾ തകർത്തുകൊണ്ട് ഒരു ദൈവവിളി ഉണ്ടായി. എന്താ? തെരുവിലിറക്കി ഗുണ്ടായിസം കാണിക്കാൻ പ്രേരിപ്പിക്കുന്നവരാണ് ഇന്ന് കേരളം ഭരിക്കുന്ന ആൾക്കാർ. പോലീസ് പിടിച്ചാ പിടിയോടും. കൈ തന്നെയാണ് ഇവിടെ വിപ്ലവം വിജയിപ്പിക്കാൻ സാധ്യമല്ല. വരൂ, നമുക്ക് പോയി ഒളിത്താവളങ്ങൾ കണ്ടുപിടിക്കാം. അവരവരുടെ മക്കളെ ഇറക്കുന്നുണ്ടോ തെരുവിലോട്ട്? നീ പകപോക്കാണല്ലേടാ. ഈ കുഞ്ഞുങ്ങളുടെ അച്ഛനും അമ്മയും പാടുപെട്ട് വർഷങ്ങളോളം നീ ഇതിനെ കൂട്ടിക്കൊന്നും ഞാൻ കരുതിയില്ല. യൂട്യൂബിൽ വർഷങ്ങളോളം സ്വപ്നം കണ്ട സ്വപ്നങ്ങളാണ് ഇവര് ഒരു നിമിഷം കൊണ്ട് തകർക്കുന്നത്. ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ഞാൻ പോകുന്നു. ബൈ ബൈ.